പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനമായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലാണ്. ദൈവം അദ്ദേഹത്തെ ഇന്ന് രാത്രി ശക്തമായി ഉപയോഗിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. റോമാലേഖനം തുടർമാനമായി താൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ. സ്തോത്രം സ്നേഹവാന ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള രാത്രിക്കായ ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവേ, അകത്തെ ബൈബിൾ കോളേജിനോടുള്ള ബന്ധത്തിൽ കർത്താവെ, ദൈവവചനം പഠിക്കുവാൻ തക്കോണം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ ജോയിൻ ചെയ്യുവാൻ തക്കോണം ദൈവടയാക്കി തീർത്ത കൃപയ്ക്കായ സ്തോത്രം ചെയ്യുന്നു. ഈ ബൈബിൾ കോളേജിനെ എത്രത്തോളം ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തെന്ന് ഓർത്തുന്നയോടെ സ്തുതിക്കുന്നു. ഇതിന് ചുമല് കൊടുക്കുന്ന ഷാജിക്ക് ദാനിയൽ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭാപരമായ പല വിഷയങ്ങളൊക്കെ അവരുടെ മുന്നിലുണ്ടെങ്കിലും കർത്താവെ, ഞങ്ങളെ ഹല്ലേലൂയ പഠിപ്പിപ്പാൻ തക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ നിയോഗിച്ച് അയക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഈ ദൈവവചന പഠനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു അനുഗ്രഹവും വിടുതലുമായി മാറുവാൻ തക്കണം അവിടുന്ന് ഇടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതി നാളിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവെ, അറിയപ്പെട്ട അനേക കർത്താവെ സുവിശേഷകരെ വാർത്തെടുക്കുന്ന അല്ലെങ്കിൽ ഒരു കോളേജായി തീരുവാൻ തക്കണം ദൈവം ഇടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം ക്ലാസ് എടുക്കുന്ന കർത്താവെ ഷാജൻ പാറക്കടവിൽ ദാസനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനോട് കർത്താവ് കരുണ തോന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം ദൈവ റോമാലേഖനത്തിൽ നിന്നും കർത്താവെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അതിന്റെ ശ്രേഷ്ഠമേറിയ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ തക്കണം ഇന്ന് ദാസന്റെ പക്കൽ അവിടെ ഏൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കണം. ആത്മാവിന്റെ ശക്തിയോടെ കർത്താവെ ഇന്ന് കാലം അത് വിഭാഗിച്ച് നൽകുവാൻ തക്കണം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ മോളമ്മ സുനിൽ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും കേൾക്കാം എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വെക്കാമെങ്കിൽ നമുക്ക് പരസ്പരം കാണാം. സാഹചര്യമുള്ള ആളുകൾ എല്ലാവർക്കും കേൾക്കാമല്ലേ? ഓക്കെ. ഈ ശുശ്രൂഷകൾക്ക് അനുഗ്രഹമായ നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ തിരിച്ച് ലാലിച്ചാൻ തുടങ്ങിയുള്ള ആളുകൾക്ക് പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഒന്നിച്ച് റോമാലേഖനത്തിന്റെ പഠനത്തിനായി കൂടുവാൻ ഇടയായി തീർന്നല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് 1-ാം അധ്യായം നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ അധ്യായം വിശദമായിട്ട് പോകാൻ നിവൃത്തിയില്ല. എങ്കിലും ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയും ബാക്കി വിശാലമായൊരു നോട്ട് തരികയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നോട്ട് നമുക്ക് കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ നോട്ട് തരാൻ, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പം ഇന്നത്തെ കൂട്ടി ഞാൻ ഉള്ള നോട്ട് തരുന്നതായിരിക്കും. ഒപ്പം മറ്റു ചില നിങ്ങൾക്ക് വേഗത്തിൽ പഠനത്തിന് വേണ്ടി മറ്റു ചില നോട്ട് കൂടി അതിനോട് ആഡ് ചെയ്ത് തരാം. വേഗത്തിൽ ഈ 1-ാം അധ്യായത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ പഠിക്കുവാൻ വേണ്ടിയുള്ള ചില കാര്യം കൂടി നൽകുന്നതായിരിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. റോമാലേഖനത്തിൽ പൗലോസ് റോമാ സഭ അല്ലെങ്കിൽ റോമ പട്ടണം, അവിടെയുള്ള സഭ സന്ദർശിക്കണം എന്നുള്ള കാര്യം പല ആവർത്തി ഉന്നയിക്കുന്നതായി നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി. തൻ്റെ സഭ അല്ലെങ്കിൽ റോമ പട്ടണം അല്ലെങ്കിൽ സഭ സന്ദർശിക്കുവാനുള്ള ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് വേഗത്തിൽ ചിന്തിച്ച് തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് കടക്കാം. 1-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളിൽ 4 കാര്യമാണ് പൗലോസ് അവിടെ പറയുന്നത്. 4 കാര്യങ്ങൾ അഥവാ തന്റെ സന്ദർശന ഉദ്ദേശമായി താൻ ഉന്നയിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പൗലോസിന് ലഭിച്ച ആത്മീയ വരങ്ങൾ അവരുടെ ആത്മീയ വർധനവായി ഉപയോഗിക്കുവാൻ റോമിലെ സഭയെ മുഖാമുഖം സന്ദർശിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളും റോമിലെ വിശ്വാസികൾക്ക് മാത്രമല്ല പൗലോസിനും ആശ്വാസം നൽകും എന്ന് താൻ പ്രത്യാശിക്കുന്നു. 1-ാം അധ്യായം
11, 12 വാക്യങ്ങൾ. എന്താണ്? തനിക്ക് ലഭിച്ച ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ട്. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി തനിക്ക് ലഭിച്ച ഒരു ആത്മീയ കാഴ്ചപ്പാട്, അഥവാ തന്റെ ജീവിതത്തിന്റെ 2 വ്യത്യസ്തമായ ഘട്ടങ്ങൾ. ഒന്ന്, മാനസാന്തരത്തിന് മുമ്പുള്ള കാലം. 2, മാനസാന്തരത്തിന് ശേഷമുള്ള കാലം. ഈ 2 കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ചാൽ നമ്മൾ കാണുന്ന ഒരു വിശേഷത പൗലോസിൽ, താൻ ഏതൊരു കാലഘട്ടത്തിൽ ഏതൊരു തത്വത്തിനു വേണ്ടി, ഏതൊരു വിശ്വാസത്തിനു വേണ്ടി, ഏതൊരു പ്രമാണത്തിനു വേണ്ടി, ഏതൊരു കാര്യത്തിനു വേണ്ടി നിന്നോ ആ കാര്യങ്ങളിലും ഒക്കെ വളരെ ശക്തമായി തീവ്രതയോടുകൂടി, ആർജവത്തോടുകൂടി, തീവ്രതയോടുകൂടി നിന്നു എന്നുള്ളതാണ് നമുക്ക് തന്നിൽ കാണുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷത. മാനസാന്തരത്തിന് മുമ്പ് തന്റെ പഠനവും ന്യായപ്രമാണ പഠനവും തന്റെ പരീക്ഷ എന്ന നിലയിൽ തനിക്ക് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഒരു മത തീവ്രവാദി എന്ന നിലയിൽ വളരെ ശക്തമായി താൻ ചെയ്തു. എന്നാൽ അതിനുശേഷം നാം കാണുന്ന കാഴ്ച, മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള തന്റെ പ്രവർത്തനങ്ങളിൽ ശക്തിയുക്തം എന്തിനെ എതിർത്തുവോ അതിനുവേണ്ടി അത് സ്ഥാപിക്കാനുള്ള തീവ്രമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായി താൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തനിക്ക് ലഭിച്ച ഒരു വലിയ പ്രകാശനം എന്താണ്? സുവിശേഷം നിമിത്തം, തന്റെ അപ്പോസ്തോലികത്വ നിമിത്തം, ക്രിസ്തു നിമിത്തം, താൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം നിമിത്തം, ഇങ്ങനെ തനിക്ക് ലഭിച്ച ഒരു ആത്മീയ കാഴ്ചപ്പാടും തനിക്ക് ലഭിച്ച ആത്മീയ വരങ്ങളുമുണ്ട്. അത് എല്ലാം ആത്മീയ വർധന വേണ്ടി ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ഒന്ന്, സഭയ്ക്കും തനിക്കും. ഇതാണ് തന്റെ പൗലോസിന്റെ ഒന്നാമത്തെ റോമാ സന്ദർശന അല്ലെങ്കിൽ സഭാ സന്ദർശനം സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. ശ്രദ്ധിക്കുക. അപ്പം റോമാ സഭയെ ആത്മീയമായി ഉണർത്തുക, അവരെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, ഒരു സങ്കര സംസ്കാരമുള്ള ആളുകളിൽ നിന്നും ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു സംസ്കാരത്തിലും ഒരു ജീവിത ചര്യയിലും ക്രിസ്തുവെ അല്ലെങ്കിൽ സുവിശേഷം നിമിത്തം അവർ സമ്പന്നരാകണം എന്നുള്ള തന്റെ അദമ്യമായ ആഗ്രഹം നിമിത്തം അവരെ ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് തന്റെ ഒന്നാമത്തെ കാര്യം. അവരെ ബോധവൽക്കരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, റോമിലെ സുവിശേഷ പ്രവർത്തനം ഉണ്ടാകുമെന്നും ചിലരെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ കഴിയുമെന്നും പൗലോസ് എന്ത് ചെയ്തു? പ്രത്യാശിക്കുന്നു. അപ്പം റോമിലെ അന്നത്തെ താൻ അവിടെ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുമ്പോൾ സഭയുടെ ഒരു പരിതസ്ഥിതി, ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ആത്മീയ നവോത്ഥാനത്തിനും ഒരു ആത്മീയ വിപ്ലവത്തിനും അല്ലെങ്കിൽ ഒരു കൊയ്ത്തിനുമുള്ള പാകമായി കിടക്കുന്ന ഒരു മണ്ണായി റോമാ സഭയും പട്ടണവും ഒക്കെ ആണെന്ന് തനിക്ക് ബോധ്യമുണ്ടായതുകൊണ്ട് തന്നെ തന്റെ പ്രവർത്തനം അവിടെ ഏകോപിപ്പിക്കുക വഴി, അവിടെ വ്യാപിപ്പിക്കുക വഴി, താൻ അവിടെ നിരന്തരം സുവിശേഷ നിമിത്തം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും അവരുടെ തർക്ക വിതർക്കങ്ങളിൽ സജീവമായി ഇടപെടുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ ആത്മീയമായി മുന്നേറ്റം ഉള്ളവരായി തീരുക മാത്രമല്ല, പുതിയ ചില വ്യക്തികളെ കൂടി ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ കഴിയും എന്ന് താൻ. അപ്പം രണ്ടാമത്തെ കാര്യം അതാണ്. ഒന്ന്, തന്റെ ആത്മീയ വർധനു വേണ്ടി തന്റെ വരങ്ങൾ, തനിക്ക് ലഭിച്ച പ്രകാശനം, ഉദ്ബോധനം, കാഴ്ചപ്പാടുകൾ ഉപയോഗിക്കണം എന്ന് താൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, താൻ എന്ത് ചെയ്തു? ചില വ്യക്തികളെ കൂടി ക്രിസ്തുവിലേക്ക് നേടണം എന്ന് തനിക്ക് ബോധ്യമുണ്ടാകുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. താൻ ഒരു വലിയ കടക്കാരനാണെന്ന് തനിക്ക് ബോധമുണ്ടാകും. എന്താ? റോമിലുള്ള ജാതികളോട് സുവിശേഷം പറയാൻ താൻ കടംപെട്ടിരിക്കുന്നു, കടക്കാരനായിരിക്കുന്നു, തനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് താൻ എന്ത് ചെയ്തു? വിശ്വസിക്കുന്നു. He ought to think himself, I ought to say something about Christ to the Gentile. ഈ ജാതികളോട് സുവിശേഷം പറയണം, I ought to do it. ഞാൻ പറഞ്ഞേ മതിയാകൂ എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു എന്നാണ് പൗലോസ് താൻ പറയുന്നത്.
മനസ്സിലായോ? ഞാനൊരു കടക്കാരനാണ് എന്നുള്ള കാര്യം എപ്പോഴും തന്നെ വേദനിപ്പിക്കുന്നത് കൊണ്ടും ഞാൻ പറഞ്ഞേ മതിയാകൂ എന്നുള്ള വലിയ ഉത്തരവാദിത്വം എൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ടും ഞാൻ ആ ഉത്തരവാദിത്വം ചുമക്കുന്നത് കൊണ്ടും ഞാൻ പറഞ്ഞേ മതിയാകൂ എന്നുള്ള കാര്യം എന്താ തനിക്ക് ബോധ്യമുണ്ടായി താൻ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്കറിയാമല്ലോ, നമുക്കൊക്കെ ഈ കഴിവുണ്ടാകുന്നതും നമുക്കൊക്കെ കൂടുതൽ സജീവമാകുന്നതും എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം നമുക്കുള്ളപ്പോഴാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകൾ ചുമ്മാ കിടന്നുറങ്ങാം, അവിടെ സമയം വെറുതെ പാഴാക്കാം. പക്ഷേ ചില ഉത്തരവാദിത്വം എന്നിൽ ആയിരിക്കുന്നു, ഞാൻ പ്രവർത്തിച്ചേ മതിയാകൂ എന്ന് നാം സ്വയം ചിന്തിക്കുമ്പോഴാണ്, സ്വയം തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് അവര് പ്രവർത്തന നിരതരാകുന്നത്. ശ്രദ്ധിച്ചേ, ഒരു 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 സ്വയം ഉദ്ബോധനമാണ്, സ്വയം പ്രബോധനമാണ്, സ്വയം നവീകരണമാണ് വാസ്തവത്തിൽ ഒരു വലിയ ദൗത്യത്തിന്റെ ആരംഭം എന്ന് നമ്മൾ മറക്കരുത്. ഞാൻ ഒന്നുകൂടെ പറയുന്ന വാക്ക്, സ്വയം നവീകരിക്കപ്പെടാത്ത, സ്വയം ഉദ്ബോധിപ്പിക്കപ്പെടാത്ത, സ്വയം ഉണർത്തപ്പെടാത്ത ആളുകൾ ഒരിക്കൽ പോലും സജീവമായി ഒരു കാര്യങ്ങളും ഇടപെടുകയില്ല. പക്ഷേ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഉദ്ബോധനം ഉള്ളിൽ ഉയരുമ്പോഴാണ് വാസ്തവത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള വലിയ ചിന്ത എല്ലാവരെയും ഭരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ പോയി പറഞ്ഞേ മതിയാകൂ എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് എനിക്കത് പറയാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നത്. ഞാൻ 91 to 94 ഡൽഹിയിൽ പഠിച്ചത്. അതിനുശേഷം നോർത്ത് ഇന്ത്യയിൽ കുറെ വർഷങ്ങൾ വർക്ക് ചെയ്തു. ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ തിരിച്ച് പഠിപ്പിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഒരു വർഷം ഒരു ഫീൽഡ് വർക്ക് എന്ന നിലയിൽ ഞങ്ങളെ ഹരിയാനയിൽ തന്നെ ദാരികട എന്ന് പറഞ്ഞ സ്ഥലത്തിടുന്നു. അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 2 പേര്. അപ്പം ആ പ്രദേശങ്ങളിൽ ഒരു മലയാളികളില്ല, ഒരു മലയാളി ആകെ ഉള്ളൂ. അവിടുത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി. പിന്നെ ഒരു 10, 30, 40 കിലോമീറ്റർ അപ്പുറയാണ് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കുറെ മലയാളികൾ ജോലി ചെയ്യുന്നു. പിന്നെ ഗുഡ്ഗാവിലേക്ക്, ഇപ്പോഴത്തെ ഗുഡ്ഗാവ് അല്ലെങ്കിൽ ഗുഡ്ഗാവ് എന്ന് പറഞ്ഞ ഡൽഹിയിലെ ഏറ്റവും അടുത്ത പ്ലേസ്, ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയ ഗുഡ്ഗാവിലേക്ക് വരണം. അവിടുന്ന് ഒരു 10, 20, 30, 40 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അവിടെ കുറെ ഒത്തിരി മലയാളികളുണ്ട്. അപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള ആളുകളില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ പോയി സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ, ഞാൻ ട്രാക്ട് കൊടുത്തില്ല എങ്കിൽ, ഞാൻ പോയി ആളുകളെ കണ്ടില്ല എങ്കിൽ മറ്റൊരു വ്യക്തിയും ഇല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നല്ലപോലെ ഭരിക്കുന്നത് കൊണ്ട് രാവിലെ ഭക്ഷണം കഴിഞ്ഞ് ചൂട് സമയത്ത് വെളുപ്പിന് ഒരു 7 മണിയാകുമ്പോൾ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചില്ലേ കഴിക്കുന്നത് ചില്ലി ചിക്കനും ചപ്പാത്തിയും ചില്ലി ചിക്കനുമാണല്ലോ, അല്ലെങ്കിൽ ചില്ലിയാണല്ലോ. എന്ന് പറഞ്ഞാൽ പൈപ്പ് വെള്ളത്തിൽ മുളക് കലക്കിയിട്ട് ബ്ലേഡ് കനത്തി ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക. അതാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായോ? പൈപ്പ് വെള്ളത്തിൽ പുസ്തകം വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ആരെങ്കിലും 10 പൈസ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡടിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പൊ ഞാൻ പോയി പറഞ്ഞില്ല എങ്കിൽ ചട്ടക്കോടുകാരനില്ല, IPC-കാരനില്ല, അല്ലെങ്കിൽ ഷാരോങ്കാരൻ പോയി പറയാനില്ല എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഒരു മലയാളിയും ഒരു സുവിശേഷകനും ഇവിടെ പ്രവർത്തിക്കാനില്ല, പറയാനില്ല എന്നുള്ളത് കൊണ്ട് നിർബന്ധമായും എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് കുളി കഴിഞ്ഞ് 8 മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ട്രാക്റ്റുമായി ഫീൽഡിലേക്ക് ഇറങ്ങും. ഒരു 11 മണിക്ക് മുമ്പ് തന്നെ കയറിയിട്ട് വീണ്ടും 5 മണിയാകുമ്പോൾ വീണ്ടും ഇറങ്ങും. ഞാൻ പറഞ്ഞത്, ആളുകൾ ഇല്ല എന്നത് കൊണ്ടാണ് ഇത്രയും ഭാരത്തോടു കൂടി നമുക്ക് പോകാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മളവിടേക്കാണ് പ്രശ്നമായി. നമ്മുടെ ഓരോ ടെറിട്ടറിയാണ്. IPC-കാരന്റെ ടെറിട്ടറിയിൽ ഷാരോങ്കാരൻ കയറിയാൽ, ചത്തക്കോടുകാരൻ കയറിയാൽ പിന്നെ വിഷയം അല്ലെ. അവരെങ്ങാനും വീടുകളിലെങ്ങാനും അബദ്ധവശാൽ ഒരു IPC-കാരന്റെ വീട്ടിൽ മറ്റൊരു ഷാരോങ്കാരൻ കയറിക്കഴിഞ്ഞാൽ ആ സഭക്കാരെയും പാസ്റ്റർ കൊല്ലും അല്ലെ. നമുക്കിപ്പോ ഇഷ്ടം പോലെ ആൾക്കാരെ ഓരോ ടെറിട്ടറി വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് വന്നില്ലേ ഇല്ല. പോകാൻ നേരത്ത് ഞാൻ വന്നെന്ന് പറയാനും പോകുന്നു പറയാനും മാത്രമാണ് ആൾക്കാർ എന്ത് ചെയ്യുക ഇന്ന് നമ്മുടെ വീടുകൾ സന്ദർശിക്കുന്നത്. പോട്ടെ, ഞാനത് വിവരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, നമുക്ക് കൃത്യമായി പറയാൻ ഞാനല്ലാതെ ആരുമില്ല എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ പറയുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് തന്നെ ഭരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്താണെന്നറിയാമോ? ഞാൻ ചില കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ കൊടുക്കാനുള്ള വ്യക്തിയാണ്, ഞാനത് പറയാനുള്ള വ്യക്തിയാണ്, ഞാനത് നിയുക്തനായ വ്യക്തിയാണ്, ഞാനത് അഭിഷേകം ചെയ്ത വ്യക്തിയാണ്. എന്നെ മാത്രമാണ് ഇതിനെ വിളിച്ചിരിക്കുന്നത്, ഞാനല്ലാതെ മറ്റാരെയും വിളിച്ചിട്ടില്ല. ഞാനില്ലാതെ മറ്റാരും പോയി പറഞ്ഞാൽ ശരിയാകയില്ല, ഞാൻ മാത്രം പറഞ്ഞാലേ ശരിയാകൂ. ഇങ്ങനെയുള്ള നിർബന്ധങ്ങൾ നമ്മളെ ഭരിക്കണം.
അവിടെയാണ് നമ്മൾ സ്വയം ഉണർത്തപ്പെടുകയും സ്വയം സജീവമായി സചേതനമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് കഴിയുന്നത്. ഇത്തരം ചിന്തകൾ നമ്മളെ ഭരിക്കുന്നില്ല എങ്കിൽ നമ്മൾ അചേതനമാണ്, മൃതാവസ്ഥയിലാണ് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റോൺലെസ് റൈസ് കഴിക്കാൻ വേണ്ടി ഹാർട്ട്ലെസ് ആയി ജീവിക്കുന്ന കുറെ ആളുകളായി നമുക്ക് ഇങ്ങനെ പോകാവുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, 4ാമത്തെ കാര്യം ശ്രദ്ധിച്ചേ. യഹൂദനും ജാതീയനും ഒന്നിച്ച് താമസിച്ച പട്ടണമാണ് റോം. അവിടെ ബർബരന്മാർ എന്ന് പറഞ്ഞാൽ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ, സാക്ഷരത തീരെയില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ അവിടെ ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് താൻ ചിന്തിക്കുകയും അവിടെ അവരോടും പോയി സുവിശേഷം പറയണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഈ സൂമിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനുണ്ട്, സൂരജ്. ഒരുപക്ഷെ നിങ്ങൾക്ക് യൂട്യൂബിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം സിംഗപ്പൂരിലാണ്. എന്നാൽ അതിന് മുമ്പ് അദ്ദേഹം മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ താനും തന്റെ കുടുംബവും താമസിച്ച് അവിടെയുള്ള ആദിവാസി ആളുകളുടെ ഇടയിൽ താമസിച്ച് അവരുടെ ഭാഷ പഠിച്ച് അവർക്ക് വേണ്ടി ബൈബിൾ പുതുനിയമം എന്ത് ചെയ്തു, തനിക്ക് എഴുതാനുള്ള ഭാഗ്യമുണ്ടായി. അവരുടെ ഭാഷ പഠിച്ച് അവർക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ എന്ത് ചെയ്യുക, അത് വലിയ ഒരു ഭഗീരഥ പ്രയത്നമാണ്. ഒരു വലിയ ബലിയാറാമലയാണ് വാസ്തവത്തിൽ അത് ചെയ്യുന്നത്. എന്താ ഇത്തരം ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ പോലുള്ള തർജ്ജിമകൾ, പരിഭാഷ മിനിസ്ട്രികളിൽ, ശുശ്രൂഷകളിൽ സജീവമായി നിൽക്കുന്ന ആളുകളെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്ക ചെന്ന് അവർ പറയുന്നത് എന്താ, ലിപി അവർ പറയുന്നത് മനസ്സിലാക്കി അതിൽ ലിപി ഉണ്ടാക്കി അതിൽ അക്ഷരമുണ്ടാക്കി അത് അവരെ ആദ്യം പഠിപ്പിച്ച് പിന്നെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, ബൈബിൾ അല്ലെങ്കിൽ ഈ സുവിശേഷ പ്രതികൾ വിവർത്തനം ചെയ്ത് പരിഭാഷപ്പെടുത്തി അവർക്ക് വേണ്ടി ചെയ്യുക. എത്രയോ മഹത്തരമായ ശുശ്രൂഷയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞില്ല എങ്കിൽ മറ്റാരും പറയാനില്ല എന്നൊരു ചിന്ത നമ്മെ ഭരിക്കുന്നിടത്തോളം കാലം മാത്രമേ നമുക്ക് എല്ലാവരെയും സജീവമായി വളരെ വളരെ ഉദാത്തമായി അല്ലെങ്കിൽ ഉന്നതമായി കാണാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വരേണ്യ വർഗത്തിന് വേണ്ടി മാത്രമുള്ളതും, സുവിശേഷം എന്ന് പറയുന്നത് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് ആവശ്യമില്ല എന്നും, അല്ലെങ്കിൽ ആവശ്യമുണ്ട് അവരോട് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല എന്നും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പോട്ടെ, നമ്മുടെ വിഷയമല്ലല്ലോ. ഏതായാലും ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തനിക്ക് ഈ റോം പട്ടണത്തിൽ സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. എല്ലാവരും എന്റെ പ്രസംഗം കേട്ടെന്നും വിശ്വസിക്കുന്നു. സ്വതന്ത്രം പറഞ്ഞ എല്ലാവരും ഒന്ന്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തോണം. അപ്പം ബാക്കി നോട്ടിനകത്ത് വിശാലമായി തന്നെ കുറച്ചും കൂടി വിശാലമായിട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് ഇതൊരു പ്രസംഗമായിട്ട് കാണാം, അതൊരു ക്ലാസ് ആയിട്ട് തന്നെ കാണണം. നമ്മൾ പങ്കുവെക്കുന്നത് ഇതിന്റെ വിശദീകരണങ്ങളാണ്, ഓരോ പദത്തിന്റെയും അല്ലെങ്കിൽ ഓരോ വാക്യത്തിന്റെയും വിശദീകരണങ്ങളാണ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ അത് ആ രീതിയിൽ കാണണം എന്നുള്ളത് ഓർമ്മിക്കും. ശ്രദ്ധിച്ചേ, ഇനി ഈ 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട പദങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി, അടുത്ത ചിന്ത അതാ, ദൈവത്തിന്റെ നീതി എന്ന് പൗലോസ് പറയുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയാണ്. മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ വിളിക്കപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ നീതി, അത് വിശ്വസിക്കുന്നവർക്ക് കൃപയും രക്ഷയും. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഈ മഴ പെയ്യുന്നെങ്കിൽ നമുക്കറിയാം, മഴ പെയ്യുമ്പോൾ ചില പ്രദേശങ്ങളിൽ ഭയങ്കര മഴയും ചില പ്രദേശങ്ങളിൽ ഭയങ്കര വെയിലുമായിരിക്കും. ചിലപ്പം വെയിലും മഴയും കൂടെ വരും. ഇപ്പൊ നമ്മളെല്ലാം പറയും കുറുക്കന്റെ കല്യാണമെന്ന് പറയും, അല്ലേ? മഴയ്ക്ക് പോലും പ്രകൃതിക്ക് പോലും ഇഷ്ടമുള്ളിടത്തായിരിക്കും നമ്മൾക്ക് പെയ്യുന്നത്. കമ്മമ്പത്തിൽ ചെന്ന് നിന്നാൽ, മെട്ടിൽ ചെന്ന് നിന്നാൽ ഭയങ്കര മഴയായിരിക്കും. നമ്മൾ അവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ വിരിച്ച പോലെ തമിഴ്നാടിന്റെ ഗ്രാമങ്ങൾ കാണാം. നല്ല രസം അവിടുന്ന് കാണാൻ. അവിടുന്ന് താഴോട്ട് ഇങ്ങനെ എയർപിൻ വഴി താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ വേറൊരു കാലാവസ്ഥയും. പ്രകൃതിക്ക് പോലും ഏതെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ദേശത്തോട് സ്നേഹമോ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ പ്രകൃതിയുമായി ഇണങ്ങി വെയിലോ മഴയോ ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ പെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം. അതൊരു വികൃതിയായി നമ്മൾ കണ്ടാൽ മതി. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ശ്രദ്ധിച്ചേ,
പക്ഷേ ഈ വ്യതിരക്തത അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്. മനുഷ്യൻ എപ്പോഴും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന, വൈവിധ്യങ്ങളായ മുഖങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യൻ. വൈവിധ്യങ്ങളുടെ, ഇനി ഒന്നുകൂടി പറഞ്ഞാൽ വൈവിധ്യങ്ങളുടെ ഏകീകരണമാണല്ലോ മനുഷ്യൻ, അല്ലേ? എന്ന് പറഞ്ഞാൽ മണ്ണും വിണ്ണും കൂടി ഒന്നിച്ച് സമ്മേളിച്ചതാണ് മനുഷ്യൻ. മണ്ണും വിണ്ണും കൂടി ഒന്നിച്ച് സമ്മേളിച്ചതാണ് മനുഷ്യൻ. വൈവിധ്യങ്ങളുടെ ഏകീകരണം. ഒരിക്കലും ചേരാത്ത രണ്ട് പദാർത്ഥങ്ങളെ ഒന്നിച്ച് സങ്കലന പ്രക്രിയ നടത്തി മനുഷ്യൻ എന്ന് പറയുന്ന രൂപമുണ്ടാക്കി. നിങ്ങൾ ഈ നമ്മളൊക്കെ ആത്മാവിലാകുന്ന കണ്ടിട്ടുണ്ടോ? നമ്മളങ്ങ് ആത്മാവിലാവുക, നമ്മൾ ഈ നമ്മുടെയൊക്കെ ആത്മാവിലാകുന്ന അതിനെ കുറിച്ച് പറയുന്നത് മുകളിലോട്ടൊരു വലിയ താഴോട്ടൊരു പിടിയുന്ന, അല്ലെ? മുകളിലോട്ട് ഇങ്ങനെ, അല്ലെ? ആരെങ്കിലും ഒന്ന് ചെരിഞ്ഞൊന്ന് ആത്മാവിലായിക്കേ, നിങ്ങളുടെ സഭയിൽ പോയി ഒന്ന് ചെരിഞ്ഞൊന്ന് ആത്മാവിലാക്കി ഇങ്ങനെ. പാസ്റ്റർ ശ്രദ്ധിക്കും, അടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കും. നമ്മുടെ ഒരു ആത്മാവിലാകുന്ന രീതിക്ക് ശകലം മാറ്റം വന്ന അന്നേരം കൃപയുള്ളൂ അതെ കൊണ്ടുവന്ന് കൈവെക്കും, അല്ലേ? ശരിയല്ലേ ഞാൻ ഈ പറയുന്നത്? എന്ന് പറഞ്ഞാൽ നമ്മള് പരമ്പരാഗതമായി പൈതൃകമായി ആചരിച്ചു വരുന്ന ഒരു രീതി ചട്ടക്കൂടുണ്ട്. ആത്മാവിലാകുമ്പോൾ നമ്മൾ മുകളോട്ടും താഴോട്ടും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. മുകളോട്ടൊരു വലി, താഴോട്ടൊരു പിടി എന്നാ പറയുന്നത്. ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ അവസ്ഥ മനസ്സിലാവുന്നുണ്ടോ? ഈ ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ് ഈ വ്യതിരക്തത, വൈവിധ്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ദൈവത്തിന് അതില്ല. അതുകൊണ്ടാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ ഒന്നിച്ച് കർത്താവിനെ അറിയാനുള്ള ഭാഗ്യമുണ്ടായത്. ഏതൊരു വ്യക്തിക്കും ഹൃദയം തുറക്കാൻ ഉള്ള വൈമനസ്യമില്ലാത്ത ഒരു മനസ്സ്, അല്ലെങ്കിൽ വൈമനസ്യമില്ലാത്ത ഏതൊരു വേണ്ടിയും, ഏതൊരു വ്യക്തിക്ക് വേണ്ടിയും, അത് ജാതി മത വർഗ വർണ്ണ എന്നുമില്ല, എല്ലാവർക്കും വേണ്ടി ചൊരിയുന്ന ഒന്ന്. നമ്മൾ ഈ പത്രം രാവിലെ വായിക്കുമ്പോൾ ഈ കോടതിയിലെ ഈ വിധി പ്രഖ്യാപനങ്ങൾ പല ദിവസങ്ങൾ, എല്ലാ ദിവസവും ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിന്റെ വിധി വന്നു എന്ന് പറഞ്ഞ് വായിക്കുന്നതാണ്. ഇപ്പൊ ചെന്താമരയ്ക്ക് വധശിക്ഷ കൊടുക്കുകയാണ്. യാതൊരു കുറിച്ചുമില്ല. ഒരാളെ കൊന്നു, പരോളിലിറങ്ങി 2 പേരെ കൊന്നു, 3 പേരെ കൊന്നിട്ട് ഒരു മനസ്സിന് ഒരു ചാഞ്ചല്യമില്ലാതെ കഠിന ഹൃദയത്തോടു കൂടി ഇനിയും അതിന് മടിക്കയില്ല എന്ന് പറയുന്നവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ ക്രൂരമായ കൊലപാതകം നടത്തിയ ചില വ്യക്തികൾക്ക് സാഹചര്യങ്ങളുടെ ആനുകൂല്യം, പ്രോസിക്യൂഷന് കൃത്യമായി തെളിവുകൾ നിരത്തി ഈ വ്യക്തി കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കുവാൻ കഴിയാത്തതിനാൽ വെറുതെ വിട്ട ചരിത്രവും നമുക്കുണ്ട്. തെളിവുകളുടെ ഭാഗത്ത് ശ്രദ്ധിച്ചേ, കോടതിയുടെ നിയമങ്ങളും ഈ ലോകത്തിലെ കോടതിയെല്ലാം ഈ മനുഷ്യനുണ്ടാക്കിയ എല്ലാ നിയമങ്ങൾക്കും പഴുതുണ്ട്. അതിനൊക്കെ വ്യതിരക്തത, വ്യത്യാസമുണ്ട്. പക്ഷേ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഏവർക്കും അത് കൃപയായിട്ടും രക്ഷയായിട്ടും വർത്തിക്കുന്നതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കിയ ആ ബാരിക്കേഡിനുള്ളിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഒരു നീതിയും, അതിനപ്പുറം നിൽക്കുന്ന ആളുകൾക്ക് മറ്റൊരു നീതിയും എന്നൊക്കെ അങ്ങനെയില്ല. മറിച്ച് എല്ലാവർക്കും ഒരുപോലെ വെളിപ്പെടുക. അതാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പക്ഷേ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീതിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമാനമായ ഒരുപോലുള്ള നീതിയും രക്ഷയും അതുപോലെ തന്നെ അനുഗ്രഹവും ഒക്കെ നൽകിയ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഇത് പൗലോസ് എഴുതുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ ആ സമൂഹത്തിലൊന്നും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ യവനന്മാരായ ആൾക്കാർ ഒരിക്കൽ പോലും ക്രിസ്തുവിനെ ഒരു ദൈവമായിട്ടോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെയോ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലേഖനം എഴുതുമ്പോൾ അത് വളരെ വിശാലമായിട്ട് ഓരോ വാക്യങ്ങളിൽ താൻ പറയുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? മനുഷ്യൻ എന്ന് പറയുന്നത് തിന്മയുടെ ഇരിപ്പിടമാണ്. മനുഷ്യൻ തിന്മയുടെ ഇരിപ്പിടം. അങ്ങനെയെങ്കിൽ തിന്മയുടെ ഇരിപ്പിടമായ നന്മ ഒരിക്കൽ പോലും കുടികൊള്ളാത്ത ഈ വ്യക്തിയിൽ എങ്ങനെ ദൈവത്തിന് വസിക്കാൻ, നീതിയുടെ ദൈവികത്വമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിന് എങ്ങനെ ഇവനിൽ വസിക്കാൻ കഴിയും? മറ്റൊരു കാര്യം, ഒരു മനുഷ്യരൂപത്തിലേക്ക് ദൈവത്തിനങ്ങ് ചുരുങ്ങാൻ കഴിയുകയും മറിച്ച് അതിനുശേഷം ആ അവതാര പുരുഷനായി മനുഷ്യാവതാരം എങ്ങനെ എടുത്തു, അല്ലെങ്കിൽ ഈ
ഒരിക്കൽ പോലും ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റുകളുടെ കൂമ്പാരമായിരിക്കുന്ന മനുഷ്യനിൽ ഒരു അവതാരത്തിന് അനുവാദം ദൈവം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ ആവുന്നതല്ല എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന ആളുകളായിരുന്നു യവനന്മാർ. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് തന്റെ ഈ റോമാലേഖനം എഴുതുമ്പോൾ തന്റെ വായനക്കാരായിരിക്കുന്ന ആളുകളോട് കൃത്യമായി പറഞ്ഞ് മുൻപോട്ട് പോകുന്നത് അവർ ഈ ദൈവം ആരാണ്, ക്രിസ്തു ആരാണ്, മനുഷ്യൻ എന്താണ്, അങ്ങനെയാണ് ജനാവതാരം എടുത്തത്, ഇത്തരം കാര്യങ്ങൾ വളരെ വിശാലമായിട്ട് തന്നെ അവൻ പറയാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ പോലും ദൈവത്വം വിടാതിരുന്നു കഴിഞ്ഞാൽ, ദൈവത്വത്തിൽ ഇരിക്കത്തോളം കാലം, ഒരിക്കൽ പോലും മനുഷ്യനായി ഇറങ്ങാൻ കഴിയാത്തോളം കാലം, മനുഷ്യന് വേണ്ടി ഒന്ന് ചരിക്കാൻ കഴിയാത്തോളം കാലം, അവനെ തന്നെ ആയിരിക്കത്തോളം കാലം ഒരിക്കൽ പോലും രക്ഷണ്യ പദ്ധതി ഈ ഭൂമിയിൽ നടപ്പിൽ വരുത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ വിശദീകരണങ്ങൾ പൗലോസ് ഈ പറയുന്നത് ഇവിടെ പറയാനിടയായി തീർന്നു. ഇത് ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ഈ മനുഷ്യന്റെ ജീവിതം, മരണം, അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശാലമായിട്ട് ഈ അന്നത്തെ തത്വചിന്തകന്മാർ, അരിസ്റ്റോട്ടിൽ പോലുള്ള, അല്ലെങ്കിൽ സീസറെ പോലുള്ള, സെനേക്കെ പോലുള്ള വളരെ പ്രശസ്തരായ ആളുകൾ ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷം വിഡ്ഢിത്തമാണെന്നും ഭോഷത്വം നിറഞ്ഞ ഒരു കെട്ടുകഥയാണെന്നും അതുകൊണ്ട് തന്നെ അതൊരു സാങ്കല്പിക കഥയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാലത്താണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, നീതിയെക്കുറിച്ചൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ താൻ ശ്രമിക്കുന്നത്. അപ്പം നീതി എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ താൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. എല്ലാവർക്കും എല്ലായ്പ്പോഴും സമാനമായ ഗതിയിൽ വർത്തിക്കുന്ന ഒന്നായി മാറുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1 കൊരിന്തി 1-ാം അധ്യായം 23-24 വാക്യം വായിക്കുമ്പോൾ, യഹൂദന്മാർക്കും ജാതികൾക്കും ഭോഷത്വമായിരുന്ന ക്രിസ്തു അല്ലെങ്കിൽ ഈ ഗ്രീക്കുകാർക്ക് തത്വശാസ്ത്രപരമായി വളരെ യുക്തിപരമായി ഭോഷത്വം എന്ന് ചിന്തിച്ചത് ജാതികൾക്ക്, അഥവാ ജാതികൾക്കും യഹൂദന്മാർക്കും ഭോഷത്വമായത് ദൈവം അത് നീതിക്കായി കണക്കിടുന്ന നീതിമാനായ ദൈവമായി വർത്തിച്ചു എന്ന് ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. താൻ ആ വാക്യം പറഞ്ഞ 1-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദൻ പിന്നെ യവനൻ, അത് രക്ഷയ്ക്കായി ശക്തിയാകുന്നു. ശ്രദ്ധിക്കണം, ആദ്യം യഹൂദൻ പിന്നെ യവനൻ. സ്വന്തത്തിലേക്ക് വന്ന ക്രിസ്തുവിനെ കൈക്കൊള്ളാൻ യഹൂദന്മാർ തയ്യാറാകാതിരുന്നത് കൊണ്ട് തന്നെ അവനോടുള്ള യഹൂദന്മാരോടുള്ള കൃത്യമായ ബോധ്യപ്പെടുത്തലാണ് താൻ ആദ്യമായി പറയുന്നത്. രണ്ടാമത്, ഈ ഭാഗത്തേക്ക് വന്ന ഈ യവനന്മാരായിരിക്കുന്ന തത്വചിന്തയുടെ കേദാരങ്ങളായിരിക്കുന്ന ആളുകളെ പറഞ്ഞു താൻ ബോധ്യപ്പെടുത്തുന്നു. അതെല്ലാം രക്ഷയ്ക്കായി വർത്തിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് ആ ഭാഗത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിച്ചേ, 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: അതിൽ ദൈവത്തിന് നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. അപ്പം റോമാലേഖനത്തിന്റെ ഏറ്റവും കാതലായിരിക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ, ചരിത്രത്തെ മാറ്റിക്കുറിച്ച ഒരു വലിയ നവീകരണത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്ന് പറയുന്ന, വേർപെട്ട സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹം തന്നെ ലോകത്തിൽ ഉടലെടുക്കാനും അനന്തരമായി പെന്തക്കോസ്ത് സമൂഹം പോലുള്ള കരിസ്മാറ്റിക് സമൂഹങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറവിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, വിശുദ്ധ വേദപുസ്തകം പ്രമാണമായി ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കാൻ ഇടയായി തീർന്നത് ഈ വാക്യമാണ്. വാസ്തവത്തിൽ നമ്മൾ ആരംഭത്തിൽ ഇത് പറഞ്ഞതാണ്, അതുകൊണ്ട് ഒന്നുകൂടി വിശദീകരിക്കുന്നില്ല. ശ്രദ്ധിക്കുക, ഇനി അടുത്തത് ഈ വാക്യം വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും ആയിക്കൊണ്ടും. ഇതാണ് ഈ വാക്യത്തിന്റെ വിശദീകരണം. എന്താണ് പറയുന്നത്? ഇവിടെ ദൈവത്തിന്റെ നീതി പ്രവൃത്തിയിലല്ല കേട്ടോ ഈ ദൈവത്തിന് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നത്, മറിച്ച് വിശ്വാസത്തിലാണ്. സുവിശേഷം അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയത. എന്തുകൊണ്ടാണ് ലോകത്തിലെ മറ്റു മതങ്ങൾ, അഥവാ പ്രത്യേകിച്ച് ക്രൈസ്തവ മതങ്ങളാണെങ്കിൽ പോലും ഇവിടുത്തെ നവോദയ ക്രൈസ്തവ മതങ്ങൾ, എപ്പിസ്കോപ്പൽ സഭകൾ പഠിപ്പിക്കുന്നതിന് വ്യത്യസ്തമായി വേദപുസ്തകം വളരെ കൃത്യമായി പറയുന്നുവെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രവർത്തികളാൽ, നീതി പ്രവർത്തികളാൽ ആരും
രക്ഷ പ്രാപിക്കുന്നില്ല. രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതി പ്രവൃത്തി അല്ല എന്ന് നമ്മൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജില് ഇപ്പം കേരളത്തിൽ വലിയ വിവാദമായിരിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജുകളിൽ ഫുഡ് കൊടുക്കുന്ന ആളുകൾ ഡിവൈഫൈ പോലുള്ള സംഘടനകളെ നിരോധിക്കണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യം. നമുക്കറിയാം മറ്റ് ഇതര മതസ്ഥർ അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരുടെ ഷഷ്ടിപൂർത്തികൾ മറ്റ് വിശേഷ ദിവസങ്ങളിൽ അനാഥശാലകൾ, ആതുരാലയങ്ങൾ അല്ലെങ്കിൽ വയോജന കേന്ദ്രങ്ങൾ, ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ പോയി അവരോടൊപ്പം അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരോടൊപ്പം ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഒപ്പം തന്നെ അവരൊരു പ്രത്യേക തുക ഈ സാമുദായിക അല്ലെങ്കിൽ ആളുകൾ അവർ ഒരു പ്രത്യേകമായി അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മയുടെ ഒരു നല്ല ഭാഗം സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു വലിയ അതിനുവേണ്ടി മാറ്റിവെക്കുന്നതാണ്ട് കാണാൻ കഴിയും. അപ്പൊ അവരെ പഠിപ്പിക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്കർമ്മങ്ങൾ വിശ്വാസത്തിന്റെ രക്ഷയ്ക്ക് ആധാരമാണ്, ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പൊ നീതി പ്രവൃത്തി ചെയ്യുക, നന്മ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, ഇതൊക്കെ നീതി പ്രവൃത്തി അല്ലെങ്കിൽ രക്ഷയെ കണ്ടെത്താനുള്ള, ക്രിസ്തുവിനെ അറിയാനുള്ള, രക്ഷ പ്രാപിക്കാനുള്ള ഒരു മാർഗത്തിന്റെ ഭാഗമാണെന്ന് അവർ ചിന്തിക്കാറുണ്ട്. ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളാരും അത്തരം പ്രവർത്തികളിലൊന്നും സജീവമല്ല. ഇപ്പോൾ ഒരു ആകുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയുന്നില്ല, ഒരു നല്ല ആളുകൾ ആകുന്നവരുണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നത് ഒരു ദൈവിക പ്രവൃത്തിയുടെ അവരവനോടുള്ള ഒരു സഹജ മനോഭാവം നമ്മളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ അത് നമ്മുടെ വിശ്വാസത്തിന്റെയോ രക്ഷയോ സംബന്ധിച്ചുള്ള ഭാഗമല്ല. മറിച്ച് മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമായി ഇടപെടുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ അവരോടുള്ള ഒരു പ്രതിബദ്ധത, നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ദൈവസ്നേഹം വെളിപ്പെടുത്താനുള്ള ഒരു മുഖാന്തരമായി മാത്രമേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. അത് രക്ഷയ്ക്ക് നിദാനമാണ്. നമ്മൾ പഠിപ്പിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല, അങ്ങനെ നമ്മൾ ആരും ചെയ്യുന്നുമില്ല. ശ്രദ്ധിക്കണം. പക്ഷേ നീതിപ്രവൃത്തി ഏറ്റവും വലിയ പുണ്യകർമ്മമാണെന്നും അതുവഴി രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിനെതിരായുള്ള പഠിപ്പിക്കുന്നതിനുള്ള വിരുദ്ധമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ, ആ നന്മയുടെ ഒരു നല്ല പങ്ക് ഓഹരി അല്ലെങ്കിൽ അതിന്റെ ഒരു ദശാംശം കൊണ്ട് കൺവെൻഷൻ നടത്തുന്ന ആളുകളുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവസാനം. പിന്നെ അവസാനം പോത്ത് വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാരെ നമുക്കറിയാം, ഇല്ലേ? അല്ലെങ്കിൽ ബിരിയാണി വെക്കുന്ന ആൾക്കാരെ അറിയാം. അന്യായമായി കൈക്കൂലി വാങ്ങിക്കുന്ന ആളുകൾ, പിന്നെ പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകൾ, പിന്നെ രാവിലെ 10 രൂപ കൊടുത്താൽ 10 രൂപ എന്ന് പറഞ്ഞ് 9 രൂപ കൊടുക്കുകയും വൈകുന്നേരം 11 രൂപയും തിരിച്ചു വാങ്ങിക്കുന്ന, വളരെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, അതുകൊണ്ട് പറയുന്നില്ല, ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ വലിയ വലിയ നേതാക്കന്മാരാണ്, ആയിരുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ശുശ്രൂഷയുടെ ഒരു നല്ല കാലഘട്ടത്തിൽ നല്ല വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാ പറഞ്ഞു. എത്രയാ? 10 രൂപ പലിശയ്ക്ക് കൊടുക്കുന്നു, പറയുമ്പോൾ 10 രൂപയും പിന്നെ കൊടുക്കുന്നത് 9 രൂപയും തിരിച്ച് വൈകുന്നേരം വാങ്ങിക്കുന്നത് 11 രൂപയും. അപ്പൊ എത്ര രൂപ കിട്ടി? 2 രൂപ അല്ലെ? 10 പലിശ വാങ്ങിക്കേണ്ടത്, 11 രൂപ വാങ്ങിക്കുന്ന ആളുകൾ. എന്നാൽ അവരുടെ വർഷാവസാനമോ മാസാവസാനമോ 3 മാസം കൂടുമ്പോഴോ സഭയിൽ മാസയോധം വരുമ്പോഴോ സ്പോൺസേഡ് ബൈ ഇന്ന സോ ആൻഡ് സോ. അങ്ങനെയെങ്കിലും ആ പാപം എന്ത് ചെയ്യാൻ? ഒന്ന് പാപം ഭക്ഷിച്ചാൽ തീർന്നോളൂ. നമ്മൾ എന്നാൽ ലഭിക്കുന്ന തുകയുടെ നല്ല ഭാഗവും സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന ആളുകളുണ്ട്. അത് രക്ഷയ്ക്ക് അടിസ്ഥാനമല്ല, മറിച്ച് നമ്മളിലുള്ള ദൈവസ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് ചെയ്യുന്ന ആളുകൾ. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു പറഞ്ഞല്ലോ, 2.5 വർഷം ഞങ്ങൾ മെഡിക്കൽ കോളേജിലും ക്യാൻസർ വാർഡിലും പിന്നെ കോട്ടയം ടൗണിലെ യാചകർക്കും ഞങ്ങൾ ഈ ഫുഡ് നമുക്ക് ലഭിക്കുന്ന, ഒരാഴ്ച ലഭിക്കുന്ന വരുമാനം കൊണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരുന്നു. ഞങ്ങൾ ചെയ്തിട്ട് പറയല്ല, അതൊന്നും നമുക്ക് നമ്മളിലുള്ള അവരോടുള്ള ഒരു സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. നമ്മുടെ മനസ്സും നമ്മുടെ പേഴ്സും ഒക്കെ തുറക്കാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവും. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമുക്ക് വേഗത്തിൽ സന്ധിക്കാൻ കഴിയുന്ന, ഏറ്റവും ചെറിയ ദൂരത്തിൽ സന്ധിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ദൂരത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന, സന്ധിക്കാൻ കഴിയുന്ന വ്യക്തിയുടെ പേരാണ് അപരൻ. മനസ്സിലായോ? അയൽവാസി. ഒത്തിരി ദൂരമല്ല, ഏറ്റവും ചെറിയ ദൂരത്തിൽ.
പക്ഷേ നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്ത് നേരിട്ട് കാണുന്നവനെ ഹായ് പറയാതെ എങ്ങാണ്ടോ ഇരിക്കുന്ന ഒരുത്തനോട് എത്രയോ അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ രാജ്യത്തായിരിക്കും കോടിക്കണക്കിന് മൈൽ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മൈൽ അപ്പുറേ താമസിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരുത്തനോട് എന്ത് ചെയ്യും? നമ്മൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫേസ്ബുക്ക് വഴിയോ ഹായ് പറയും. നേരെ ചങ്കിന് നേരെ വരുന്നവരോട് എന്ത് ചെയ്യാം? നമ്മള് മിണ്ടത്ത് പോലും ഇല്ല. പോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ സൗകര്യപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ വാസ്തവത്തിൽ നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ എന്ന് വെളിപ്പെടുത്തണം. എങ്ങനെ? നന്മയ്ക്ക് വേണ്ടിയല്ല, നന്മ പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക അംശം നമ്മൾ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്നുള്ളത്. അപ്പം ഈ നീതി പ്രവൃത്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? അതിന് ദൈവിക നീതിയെ സംബന്ധിച്ചുള്ള പരിഭാഷകളിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ പറയാം. വാസ്തവത്തിൽ ദൈവിക നീതി എന്ന് പറയുന്നത് പ്രവൃത്തിയിലേക്ക് എന്നല്ല പൗലോസ് എഴുതുന്നത്. മനസ്സ് വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക്, ഫ്രം ദ ഫെയ്ത്ത് ഫോർ ഫെയ്ത്ത്, വിശ്വാസത്തിന് വേണ്ടി. ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രം ഫെയ്ത്ത് ഫോർ ഫെയ്ത്ത്, വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിന് വേണ്ടി. മറ്റൊരു ന്യൂ ഇന്റർനാഷണൽ വേർഷൻ കൊടുത്തിരിക്കുന്നത്, NIV കൊടുത്തിരിക്കുന്നത് ബൈ ഫെയ്ത്ത് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ്. എന്താ? ആദ്യ വിശ്വാസത്തിന് ആദ്യ അവസാനത്തിൽ നിന്നും ആദ്യത്തിലേക്കുള്ള വിശ്വാസത്തിൽ നിന്നും. അടുത്തത് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ആദ്യത്തിൽ നിന്നും അന്ത്യത്തിലേക്കുള്ളത്. അപ്പം വാസ്തവത്തിൽ നീതി പ്രവൃത്തി, ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവൃത്തിയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈ പൗലോസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ വിശ്വാസത്തിൽ നിന്നും പ്രവൃത്തിയിലേക്കല്ല, മറിച്ച് വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് എന്ന് സകലവും വിശ്വാസത്തിൽ മാത്രം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് താൻ ശ്രമിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക്. എങ്ങനെ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, നേരത്തെ വിൽക്കാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. വിശ്വാസം വാസ്തവത്തിൽ ബോധ്യമാണ്. വിശ്വാസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളെ നമ്മൾ ചില കാര്യത്തെക്കുറിച്ചുള്ള അവഗാഹം നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. നമ്മെ തന്നെ എന്ത് ചെയ്യുക? കൃത്യമായി അറിയുക എന്നുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ നമുക്ക് ആശിക്കുന്നതിനൊപ്പം കാണാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മള് അങ്ങനത്തെ വലിയ അണ്ടകടാൻ കാര്യം ചിന്തിക്കണ്ട. വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുക, ബോധ്യമാകുക, നമുക്ക് നമ്മളെ തന്നെ ഉണർത്തുക, നമുക്ക് ബോധ്യപ്പെടുത്തുക, നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം നമുക്ക് ശരിയായ ഒരു അവഗാഹം ഉണ്ടാകുക, അറിവുണ്ടാകുക, തിരിച്ചറിവുണ്ടാകുക, അതാണ് വാസ്തവത്തിൽ വിശ്വാസം. എങ്ങനെ? ഞാൻ അറിഞ്ഞതിൽ നിന്നും അറിയാനുള്ളതിലേക്ക്, അല്ലെങ്കിൽ ഇനിയും അറിയാനുള്ളതിലേക്ക്, അതാണ് വാസ്തവത്തിൽ വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് എന്ന് പറയുക. ഇനിയും അറിയാൻ ഒരുപാടുണ്ട്, അതിലേക്കുള്ള പ്രയാണം. ഇനി അറിഞ്ഞതാണെങ്കിൽ പോലും അതൊന്നുകൂടി ശരിയായ നിലയിൽ അറിയാനുള്ള ഇനിയും മാർഗങ്ങൾ ഉണ്ടോ എന്ന് ആരായുക, അതാണ് വാസ്തവത്തിൽ വിശ്വാസം. ഫ്രം ഫെയ്ത്ത് ഫെയ്ത്ത് ഫോർ ഫെയ്ത്ത് എന്ന് പറയും. വിശ്വാസത്തിന് വേണ്ടി വിശ്വാസത്തിൽ നിന്നും എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവിടെ ഈ വാക്യങ്ങളിലൊക്കെ പൗലോസ് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചൊക്കെ പറയുന്നതിന് സാരാംശങ്ങൾ ഇതാണ്. വാസ്തവത്തിൽ എല്ലാത്തിന്റെയും അടിസ്ഥാനം ക്രിസ്തു ആണെന്നും അത് ക്രിസ്തുവിൽ നിന്നും വൈവിധ്യമാർന്ന നിലയിൽ വിശ്വാസമാകട്ടെ, പ്രവൃത്തിയാകട്ടെ, ഇനി മറ്റ് ആത്മീയവരങ്ങളുടെ അഭിവൃദ്ധിയാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ ക്രിസ്തു കേന്ദ്രീകൃതമാകണമെന്ന് താൻ നന്നായി ശഠിക്കുന്നു. 16 വാക്യങ്ങളാണ് നമ്മൾ അത് കൃത്യമായി വായിച്ചത്. ഈ അടുത്തത് പ്രധാനപ്പെട്ട കാര്യം, ഇനി നമ്മൾ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യന്റെ മത്സരം എത്ര ഗൗരവമുള്ളതാണെന്ന് താൻ പറയുന്നൊരു കാര്യമുണ്ട്. നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു എന്ന് നമ്മളെ വായിക്കാൻ കഴിയും. നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീരുക. നമ്മൾ പറയുമല്ലോ വിചാരം എന്ന് പറയുമല്ലോ, വിചാരം, ചിന്ത, വിചാരം. എന്താണ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ? ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറയും, ഞാനിപ്പം അങ്ങോട്ട് ചിന്തിച്ചതേ ഉള്ളൂ. ചുമ്മാ കാണാൻ പറയുന്നത്, നമ്മളെ കാണുമ്പോഴേ കാണുമല്ലോ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഓർത്ത് ചിന്തിച്ചതേ ഉള്ളൂ. എന്താ ചിന്ത? തിങ്കിങ്. നമ്മൾ പറയുമല്ലോ, അതൊരു വാക്യമാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത്. എന്താ വിചാരം എന്ന് പറഞ്ഞാൽ? വിചാരം വാസ്തവത്തിൽ വിചാരം മലയാളത്തിന് ആൻസൈറ്റി ആണെന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. ആകാംക്ഷഭരിതരാകുക. അത് മലയാളത്തിൽ അർത്ഥം ചിന്തയോടൊക്കെ അല്പം സാമ്യമുള്ള പദമാണ്. വിചാരം എന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. വിചാരം അതിന് സംഭവിക്കാൻ സാധ്യതയില്ലാത്തതിനെ കുറിച്ചുള്ള സന്ദേഹമാണ്.
വിചാരം, ആശങ്ക എന്ന് പറയുന്നത്. സംഭവിക്കുകയല്ല, സംഭവിച്ചെങ്കിലോ എന്ന് ചിന്തിക്കുന്നതിനാണ് വാസ്തവത്തിൽ വിചാരം എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, സംഭവിക്കാൻ സാധ്യതയില്ലാത്തതിനെ കുറിച്ചുള്ള സന്ദേഹം, അതാണ് വിചാരം. സംഭവിക്കാൻ സാധ്യത ഇല്ലാത്തതിനെ കുറിച്ചുള്ള സന്ദേഹം. ഞാനിപ്പോ ഒരു കസേര ഇരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം ഒരേ കസേര ഇരിക്കുന്നത്. നമ്മുടെ കസേര ഇരിക്കുന്നതിന് മുമ്പ് നമുക്ക് നല്ല ബോധ്യമുണ്ട് അതിന്റെ കാറോടിക്കുന്നതല്ല, അത് നമ്മളെ ചതിക്കുകയില്ല എന്ന് നല്ല ബോധ്യമുള്ള, ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ആ കസേരയിൽ ഇരിക്കുന്നത്. എന്നാൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചിന്തിക്കുക, ഈ കസേര എന്നെ ചതിച്ചെങ്കിലോ. മനസ്സിലായോ? വാഹനം നന്നായി ഓടിക്കുന്നയാള്, നല്ല കപ്പാസിറ്റി, നല്ല ആ വാഹനം നമ്മുടെ കൈക്കിണങ്ങിയതെന്ന് പറയത്തില്ലേ, നമ്മുടെ കൺട്രോളിലാണ് വാഹനം. പക്ഷേ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഈ വാഹനം എന്നെ ചതിച്ചെങ്കിലോ. മനസ്സിലായോ? പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നില്ല, യൂണിവേഴ്സിറ്റിയോ സ്കൂളോ വിദ്യാഭ്യാസ വകുപ്പോ പരീക്ഷയെ സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ പോലും ഇട്ടില്ല. അതിനു മുമ്പ് തന്നെ കൊച്ചു പറയുക, ഞാൻ തോറ്റുപോകും, ഞാൻ തോറ്റുപോകും. സ്വന്തം പരാജയങ്ങളെ കാലെ കൂട്ടി പ്രഖ്യാപിക്കുക, അതിന്റെ പേരാണ് വിചാരം. യോഗത്തിനായിരുന്നു ഇപ്പം എല്ലാവരും ആത്മാവിലായിരുന്നു അല്ലേ? ശ്രദ്ധിച്ചേ, ഈ ഒരു ചിന്ത എഴുതിയെടുത്തോ. എന്താണെന്നറിയാമോ? വിചാരം എന്ന് പറഞ്ഞാൽ സംഭവിക്കുകയല്ലെന്ന് നമുക്ക് ബോധ്യമാ, പക്ഷെ സംഭവിച്ചെങ്കിലോ. നോട്ടിഫിക്കേഷൻ പോലും വരുന്നതിന് മുമ്പായിട്ട് റിസൾട്ട് പ്രഖ്യാപിച്ചു, ഞാൻ തോറ്റുപോയി. വാസ്തവത്തിൽ ഈ മനുഷ്യന്റെ നിരൂപണവും വിചാരവും എല്ലാം ഏകദേശം, അല്ലെങ്കിൽ ചിന്ത എന്നൊക്കെ പറയുന്നത് ശരിയാണ്. അപ്പൊ ഇതാണ് വിചാരം എന്ന് പറഞ്ഞത്. സംഭവിക്കുകയല്ല, എന്നാൽ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുന്ന, അതാണ് ആശങ്ക, ആൻസൈറ്റി എന്ന് പറയും. ആൻസൈറ്റി ഇതൊരു മെന്റൽ ഡിസോർഡർ എന്നാണ് ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത്. അത് നമ്മുടെ വിഷയമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ ശ്രദ്ധിച്ച ചിന്ത എന്താണ്? ചിന്തിക്കട്ടെ. ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ പ്രതിവാദത്തിനും പ്രത്യുത്തരത്തിനും, അല്ലെ പ്രതികരണത്തിനും പ്രത്യുത്തരത്തിനും ഒക്കെ ഇടയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു നിശബ്ദതയുണ്ട്. വാസ്തവത്തിൽ അതാണ് ചിന്ത എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം വീഴുന്നു, നമ്മളെ വീണില്ല, നമ്മളിങ്ങനെ തുടങ്ങുമ്പോഴേ അവിടെ മറുപടി നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിയും. അതിന് ചിന്തയൊന്നും പറയുന്നില്ല കേട്ടോ. പ്രതികരണത്തിനും അല്ലെങ്കിൽ പ്രത്യുത്തരത്തിനുമൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, സ്വീകരണത്തിനും പ്രതികരണത്തിനും ഇടയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സൈലൻസ് പീരീഡ്, ഒരു നിശബ്ദ സമയമുണ്ട്. അതിനാണ് വാസ്തവത്തിൽ ചിന്ത. അവിടെയാണ് നമ്മൾ കേട്ടതിനോടുള്ള ശരിയായിരിക്കുന്ന പ്രതികരണം എന്താണെന്ന്, നാം കേട്ട ആ വസ്തുത, ആ യാഥാർത്ഥ്യം, ആ ചോദ്യം, ആ സ്റ്റേറ്റ്മെന്റ്, ആ പ്രസ്താവന, അല്ലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, അതിനോട് നമ്മുടെ മനസാക്ഷിക്ക് മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ ബൗദ്ധികമായ, നമ്മുടെ ബുദ്ധിക്ക് മുമ്പിൽ, നമ്മുടെ തത്വപരമായി നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുക പോലും ഇല്ലായിരിക്കും, പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മൾ മറുപടി പറയുന്നു. മനസ്സിലായോ? അപ്പം ഒരു ചിന്ത നമ്മൾ രൂപപ്പെടുന്നത് സ്വീകരണത്തിനും പ്രതികരണത്തിനും ഇടയിൽ ലഭിക്കുന്ന ഒരു നീണ്ട നിശബ്ദതയിൽ ഉണ്ടാകുന്ന ഒരു ഉദ്ബോധനമാണ് വാസ്തവത്തിൽ, അല്ലെങ്കിൽ ഒരു അറിവാണ് വാസ്തവത്തിൽ. ഉണ്ടാക്കുന്ന നമുക്ക് ലഭിക്കുന്ന ഒരു തിരിച്ചറിവാണ്, നമുക്ക് ലഭിക്കുന്ന ചില ഉത്തരങ്ങളാണ് ചിന്തകൾ എന്ന് പറയും. നിരൂപണങ്ങൾ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. ഞാൻ നിരൂപിച്ചു. വാസ്തവത്തിൽ നിരൂപണം എന്ന് വ്യത്യാസമാണ് കേട്ടോ. നിരൂപിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, കണക്ക് കൂട്ടുക, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി, ചില കുക്കഡ് സ്റ്റോറീസ് നമ്മൾ തന്നെ അന്നേരം തന്നെ പ്രിപ്പയർ ചെയ്യുന്ന, എന്ത് ചെയ്യാൻ, ഒരു യാഥാർത്ഥ്യമില്ലാതെ അയാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുക്കിടം, അല്ലെങ്കിൽ ഒരു മാനസിക വ്യാപാരമാണ് വാസ്തവത്തിൽ നിരൂപണം എന്ന് പറഞ്ഞു. ഒരു യാഥാർത്ഥ്യവുമില്ല, പക്ഷെ നമ്മളങ്ങ് ചിന്തിക്കുക. ഈ മക്കളെ, ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ, കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ഈ കാണുന്ന ഒരു മുള്ളിന്റെ അനുഭവമാണ്. ഇങ്ങനെ ഞെരുങ്ങുക, അങ്ങ് കുത്തി നോവിക്കുക, എന്നെ അങ്ങ് ഇറുകി അങ്ങ് എന്ത് ചെയ്യുക, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാന്നല്ല, അതുപോലെ അങ്ങ് എന്ത് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ സാക്ഷ്യം പറഞ്ഞിട്ടില്ലേ?
ഇതൊക്കെ ഉള്ളതാണോ? ഈ നമ്മള് ഒരു കാര്യം പ്രസ്താവിച്ചിട്ട് അതിനെതിരെ അതിന് മറുപടിയായി നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്ന, ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത്, സ്വീകരിക്കേണ്ടി വരുന്ന മറുപടികൾ നമ്മളെ തന്നെ കുറ്റം വിധിക്കുന്നതാണ് ഈ പറഞ്ഞ സംഗതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് വലിയ വലിയ ഹഡിൽസ് ആയിട്ട്, വലിയ പ്രതിബന്ധങ്ങളായിട്ട് എന്ത് ചെയ്യാം? സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയി, അല്ലെങ്കിൽ തടങ്കൽ പാറയായി നമ്മൾ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ അങ്ങ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗതി. ഞാൻ ഈ കിടക്കുമ്പോഴൊക്കെ ഈ ചക്ക, വരിക്കച്ചക്ക അല്ലെങ്കിൽ കാണുക പരിപരുത്ത ഒരു അവസ്ഥ. ഞാൻ ഈ പാവയ്ക്ക മിക്കവാറും കാണുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എന്നാ ഒരു കയ്പിന്റെ അനുഭവം. എന്റെ പൊന്നെ, അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടോ? ഇല്ലെന്ന് നമ്മുടെ നിരൂപണങ്ങളിൽ നമുക്ക് എന്തെല്ലാം കാര്യം. ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അമേരിക്ക പോയി ഞാനപ്പം നമ്മളെല്ലാം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫുട്ബോൾ കണ്ടതല്ലേ, ആ മെസ്സി അവിടെ നിന്ന് കരഞ്ഞ നമ്മളെ കണ്ടതല്ലേ, ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ 4:30 വരെ എന്ത് കണ്ടു, മെസ്സിയൊക്കെ ഇങ്ങനെ കരയുന്ന കണ്ടതല്ലേ. അപ്പൊ നമുക്ക് മെസ്സിയൊക്കെ പോയി കണ്ണു തുടയ്ക്കാനും ഇന്ന് കെട്ടിപ്പിടിക്കാനും ഒക്കെ നമുക്കും ആഗ്രഹമില്ലേ? നമ്മളൊക്കെ പോയി അവിടെയല്ല. ഇവരുടെ ഈ ബോളുമായിട്ട് പോകുമ്പോൾ നമ്മൾ ഇതിന്റെ പുറകെ പോയിട്ട് നമ്മൾ ഇപ്പൊ അടിക്കും. ഇവിടെ നമ്മൾ പറയാം അടിക്കട. എന്റെ പൊന്നു മെസ്സി എന്നെ ഈ കാണിക്കും. 2 പ്രാവശ്യം അടിക്കാൻ പറ്റിയത്, 1 മണിക്കൂറും 20 മിനിറ്റും കളിച്ചിട്ട് 2 പ്രാവശ്യം അങ്ങോട്ട് നീട്ടി അടിക്കാൻ പറ്റിയത് എന്നതായി കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നോട് പറഞ്ഞാറില്ലേ നമ്മള്? നമുക്ക് എന്തെല്ലാം കാര്യം നിരൂപിക്കാൻ പറ്റും, നമ്മൾ എന്തെല്ലാം കാര്യം ഉണ്ടാക്കാൻ പറ്റും. ഇനി അതൊക്കെ ഒന്ന് പറഞ്ഞേ, നമുക്ക് നമ്മളിലേക്കൊന്ന് വന്നേ. നമ്മുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മറുപടികൾ, അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ഒരു രൂപത്തെ ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് വാസ്തവത്തിൽ നിരൂപണം എന്ന് പറയുന്നത്. രൂപങ്ങളുടെ സൃഷ്ടികൽപ്പന, അതാണ് നിരൂപണം. നിങ്ങളൊന്ന് വാസ്തവത്തിൽ പോസിറ്റീവായിട്ടല്ല കാര്യം എടുത്തേ. എന്ത് കാര്യത്തിനും ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളെപ്പോലെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള, കഴിവുള്ള, വളരെ വലിപ്പമുള്ള, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു ലോകത്തിലെ ഏക വ്യക്തി ഞാനാണെന്ന് ചിന്തിക്കും. പലപ്പോഴും നമ്മുടെ പ്രശ്നം, നമ്മളെ ആരും അംഗീകരിക്കുന്നില്ല, നമ്മുടെ ഒപ്പം ആരും നിൽക്കുന്നില്ല, നമ്മളെ ചേർത്ത് പിടിക്കുന്നില്ല. നമ്മളെ ചേർത്ത് പിടിക്കുന്ന മുഴുവൻ എന്ത് ചെയ്യുക? കയ്പിന്റെ അനുഭവങ്ങളാണ്, അല്ലേ? വെറുതെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ നമ്മളിൽ നിന്നും ഉണ്ടാകുന്ന, നമ്മൾ എതിർ പ്രതലത്തിലേക്ക് സമ്മാനിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മറുപടികൾ നമ്മൾ തന്നെ ഒരു സൃഷ്ടിയായിട്ട് എന്ത് ചെയ്യുക? മനസ്സിൽ രൂപപ്പെടുത്തിയിട്ട് അതൊക്കെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന വിഷപ്പാമ്പുകളായി നമ്മൾ അങ്ങ് ചിന്തിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ നമുക്ക് പരാജയങ്ങൾ. നിരൂപണങ്ങൾ നമുക്ക് എങ്ങനെ നിരൂപിക്കാം? എന്ന് ചിരിക്കുന്നയാള് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ദിവസം നമ്മളെ നോക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ എന്നാ പറ്റി, എല്ലാവരും ചിരിക്കുന്നതാണല്ലോ. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ എന്ത് ചെയ്യുക? വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടി ഇരിക്കും. നമ്മൾ എന്ത് കൈയാട്ടി ചെല്ലുമ്പോൾ എന്ത് ചെയ്യുക? പുള്ളി ഇന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ വീണ്ടും കണ്ണു തുറപ്പം വീണ്ടും കൈയാട്ടി, അന്നേരം പുള്ളി എന്ത് ചെയ്യുക? ആത്മാവിലാകുക. പുള്ളി ഇടയ്ക്ക് കൈ ഓടുന്നു, കണ്ണു തുറന്നിട്ട് നമ്മളെ നോക്കിയപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ കൈയാട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചു, എന്തോ ഇവൻ നമ്മോട് താല്പര്യമൊന്നുമില്ല. മിക്കവാറും കഴിഞ്ഞ ദിവസം ഞാൻ ആ പറഞ്ഞ കാര്യം ഈ പുള്ളി അറിഞ്ഞോ? അല്ലേ? നമ്മുടെ നാശം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മനോവ്യാപാരങ്ങൾ, മനസ്സിന്റെ ക്രയവിക്രയങ്ങൾ കൃത്യമായി ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ നമ്മളെ അനുവദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആരുമില്ല എന്ന് നമ്മൾ മറക്കണം, ചിന്തിക്കണം. ശ്രദ്ധിച്ച് ഒന്നുകൂടി ഞാൻ പറയാം. നമ്മുടെ മനസ്സിന്റെ മനോവ്യാപാരങ്ങളിൽ നമ്മൾ സൃഷ്ടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന സന്ദേശങ്ങളുണ്ട്. അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണെന്ന് നമ്മളങ്ങ് ചിന്തിച്ചു നോക്കിയേ. അത്തരം ചിന്തകൾ ഉണ്ടാക്കി നോക്കിക്കേ. നമ്മളെപ്പോലെ മിടുക്കരായിരിക്കുന്നു, തോൽപ്പിക്കാൻ കഴിയാത്ത ആരും തന്നെ ഉണ്ടാകില്ല. മനുഷ്യ നിരൂപണങ്ങൾ എത്രയോ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇനി 1-ാം അധ്യായം 19 മുതൽ 29 വരെ ഉള്ള ഈ വാക്യങ്ങളിൽ മനുഷ്യന് ദൈവത്തോടുള്ള മത്സരം എത്ര ഗൗരവമുള്ളതാണെന്നാണ് പൗലോസ് പറയുന്നത്. നമ്മളെല്ലാം വേദപുസ്തകം പഠിക്കുന്ന ആളുകൾ, നിങ്ങളെല്ലാം പഠന വിദ്യാർത്ഥികളാണ്. പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാം സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പഠനത്തിൽ നിന്നും, എല്ലാ വിഷയവും ശ്രദ്ധിക്കുക, പഠനത്തിൽ നിന്നും വായനയിൽ നിന്നും ഒക്കെ നിങ്ങൾ ആർജിക്കുന്ന ഒരു അറിവുണ്ട്. ഈ അറിവ് എല്ലാം നമ്മൾ പറയുന്ന, അധ്യാപകർ പറയുന്ന പോലെയല്ല നിങ്ങൾ സ്വീകരിക്കുന്നതും നിങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നതും. മറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അറിവുകൾ നിങ്ങൾ ശേഖരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാഠ്യപദ്ധതി ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. ആ പാഠ്യപദ്ധതി ശ്രദ്ധിക്കണം നിന്നും അതായിരിക്കും നമ്മുടെ ജീവിത ചക്രം അല്ലെങ്കിൽ ജീവിത ക്രമം, ജീവിതം എന്ന് പറയുന്നത്.
വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില 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 വിഷയങ്ങൾ നമുക്ക് സ്വീകാര്യമല്ലാതെ വരുമ്പോൾ നമ്മൾ സധൈര്യം നമ്മൾ ചെറുക്കുകയും പല കാര്യങ്ങളും നമുക്ക് ആസ്വാദനകരമാകുമ്പോൾ, നമുക്ക് സ്വീകാര്യകരമാകുമ്പോൾ അത് നമ്മുടെ ഉപദേശമായിട്ടും നമ്മൾ സ്വീകരിക്കും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം, നമ്മൾ സ്വീകരിച്ചിട്ടുള്ള പല അറിവുകളിൽ നിന്നും നമുക്ക് നമ്മുടേതായിരിക്കുന്ന ചില പാഠ്യപദ്ധതികൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കും. അത് നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മളുടെ വിശ്വാസ ക്രമീകരണത്തിനും വേണ്ടിയൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മൾ വിശ്വാസത്തിനെതിരായി നിൽക്കുന്നതായി പ്രഖ്യാപിക്കുകയും നമുക്ക് ആസ്വാദനകരമായി തോന്നുന്ന പലതും, നമുക്ക് ഇഷ്ടമുള്ളതായി തോന്നുന്ന പലതും, നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പലതും, നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ അയവിറക്കാൻ കഴിയുന്ന പലതും നമ്മുടെ ഉപദേശമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിക്കും. അതല്ലേ ശരി? അതല്ലേ ശരി? അതുകൊണ്ടാണ് പല കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുള്ളത്, പല കാര്യങ്ങളോട് നമുക്ക് എതിർപ്പുള്ളത് കൊണ്ടാണ്. പലതിനോടും വിയോജിക്കാനും എതിർപ്പ് പ്രകടിപ്പിക്കാനും പലതും നമുക്ക് അസ്വീകാര്യമാണെന്ന് പലതും പ്രഖ്യാപിക്കാനൊക്കെ നമ്മൾ തയ്യാറാകുന്നത് നമുക്ക് ആസ്വാദകരമല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത്, മനുഷ്യൻ നേടിയ അറിവിന്റെ ആ വലുപ്പം അവന് വലുതായി തോന്നുന്നത് കൊണ്ട് ദൈവത്തോട് മത്സരിക്കാനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ ഒരു മടിയുമില്ല. ഏറ്റവും ഉദാഹരണമായി നമുക്ക് പറയാം, ഈ നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പം, ലളിതമായിട്ട് പറയാം, നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പം നമ്മൾ ആരും അങ്ങ് എന്നൊരു പദം ഉപയോഗിക്കാറില്ല. അങ്ങ്, ദൈവമേ നീ എത്ര വലിയവനാണ്, നീ 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 എന്നല്ല അതൊരു പദം നമ്മൾ ബഹുമാനപൂർവ്വം മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ടോ? നീ ഇവിടെ വന്നേ മതിയാകൂ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചേ മതിയാകൂ, അല്ലേ? നമ്മൾ കൈയിട്ട് നടക്കുന്ന ഒരു സാധാരണക്കാരനായിട്ട് നമ്മൾ ബഹുമാനത്തോടു കൂടി തന്നെയാണ്, നമ്മുടെ പദത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ ചെയ്യും, നമ്മൾ ആ പദത്തിന് പോലും, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസിന് പോലും പല ആധികാരികമായ പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ സമരം പ്രഖ്യാപിക്കുന്ന പോലെയാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയെ നമ്മളൊന്ന് ഒരു ഡെപ്പിക്കകത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട്, പ്രാർത്ഥന മുഴുവൻ അടച്ചു വെച്ച് ഒന്ന് കുലുക്കിയിട്ട് ഒന്ന് താഴോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ലഭിക്കുന്ന വളരെ പ്രധാന വിശിഷ്ടമായത് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ആവലാതികൾ മാത്രമേ ഉള്ളൂ. അംഗീകാരങ്ങളോ ഒപ്പം തന്നെ പുകഴ്ചകളോ മഹത്വങ്ങളോ നമുക്കതിൽ ലേശമേ കാണാൻ കഴിയുള്ളൂ. ബഹുഭൂരിപക്ഷവും ആവലാതികളും ആവശ്യങ്ങളും പിന്നെ പരാതികളുടെ പ്രളയമായിരിക്കും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുമെന്ന് വിചാരിക്കും. ഇനി പല കാര്യങ്ങളും നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടും, നമ്മൾ സ്ഥാനപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടും, നമ്മൾ ഒരു പാട്ട് പാടി താളത്തിൽ തുടങ്ങി അവതാളത്തിൽ അവസാനിപ്പിക്കുന്ന വ്യക്തിയാണെന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുന്നത് കൊണ്ടും പല കാര്യങ്ങളും നമുക്ക് കൂടി അവകാശപ്പെട്ട ദൈവത്തിന് ചെയ്തേ മതിയാകൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളാണ് നമ്മൾ. ചില കാര്യങ്ങൾ വളരെ മത്സരബുദ്ധിയോടുകൂടി ഗൗരവത്തോടുകൂടി പറയുന്ന ആളുകളാണ് മനുഷ്യൻ, വിശ്വാസ സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ അറിയാമോ, ഇനി ദൈവത്തെ അറിയാം, എല്ലാവർക്കും ദൈവത്തെ അറിയാം. പക്ഷേ ദൈവത്തെ അറിയുന്ന അതേ അർത്ഥത്തിൽ മഹത്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ വാക്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. ദൈവത്തെ എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാം ദൈവത്തെ അറിയാം, അല്ലേ? ഞാനത് പറഞ്ഞു, ദൈവത്തെ അറിയുക, ദൈവത്തെ കുറിച്ചറിയുക. മനസ്സിലായോ? ദൈവത്തെ കുറിച്ചറിയുക എന്ന് പറഞ്ഞാൽ ദൈവം അനാദിയാണ്, സ്വയംഭൂവാണ്, സൃഷ്ടാവാണ്, അവൻ പരിപാലകനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ഒരു ദൈവശാസ്ത്ര ചിന്തകൾ, ദൈവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയാൻ കഴിയും. പക്ഷേ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ സ്വത്താണ്, എനിക്ക് വേണ്ടി മാത്രം എന്ന് അത്ര തൻ്റെടത്തോടു കൂടി പറയാൻ കഴിയുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എപ്പോൾ എത്തിച്ചേരുമോ, എനിക്ക് എൻ്റെതാണ്, എൻ്റെ സ്വകാര്യ സ്വത്തായി, എനിക്ക് എപ്പോഴും ചേർത്ത് പിടിക്കാൻ കഴിയുന്നത് എൻ്റെ സ്വകാര്യ സ്വത്താണ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഇന്റിമസി നമുക്കുണ്ടാകുക, ദൈവത്തെ എല്ലാ നിലയിലും അറിഞ്ഞ് നമ്മുടെ ജീവിതമായി മാറുക എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ പശ ഒട്ടിച്ച് മറ്റൊരു പേപ്പർ കൊണ്ട്
അതൊന്ന് വിടർത്താൻ ശ്രമിച്ചാൽ ഏതെങ്കിലും ഒന്നിന് വിച്ഛേദം സംഭവിക്കുന്നുള്ളൂ. ഒരിക്കലും വിടർത്താൻ കഴിയാത്ത നിലയിൽ ഒരു ബന്ധം നമുക്കുണ്ട് എന്ന് പറയാൻ എപ്പോൾ കഴിയുമോ അവിടെയാണ് ദൈവം എന്ന് പറയുന്ന ആ സംജ്ഞയെ, ആ നാമത്തെ നന്നായി നമ്മൾ മനസ്സിലാക്കി മഹത്വീകരിക്കാൻ കഴിയും. ഞങ്ങളോട് മാറ്റി ഫോൺ കൊടുത്ത് കട്ട് ചെയ്തത് അപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നന്നായി മനസ്സിലാക്കി മഹത്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ഭാഗമാണ് നമുക്ക് ഇവിടെ കൃത്യമായി ചിന്തിക്കാൻ കഴിയുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് നമുക്ക് കടക്കാം. ഇതിന്റെ മറ്റൊരു ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിന്റെ സംഗ്രഹമായിട്ട് നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ നോട്ടിൽ നിന്ന് ഗ്രഹിക്കാൻ കിട്ടും. ഞാൻ പ്രധാനപ്പെട്ട കാര്യം മാത്രമേ പറയുന്നു. ഈ പൗലോസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യന്റെ അധർമ്മം, അവന്റെ പ്രവൃത്തികൾ, ദൈവത്തിനെതിരെയുള്ള സമരം, ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പൗലോസ് പറഞ്ഞ വളരെ ഒരു സംഗ്രഹം ഇതാണ്: ദൈവത്തിന്റെ നിത്യശക്തിയും ദൈവത്വമായി അവന്റെ അദർശ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം എന്ന് പറയുന്നത് നമുക്കാർക്കും അടുത്തുകൂടാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു 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 സൂഡോ കളിയല്ല കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന, നമ്മുടെ തത്വപരമായ ജ്ഞാനം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നല്ല. മറിച്ച് ഏത് അജ്ഞാനിക്കും പോലും, ഏതൊരു ബർബരനും എന്ന് പറഞ്ഞാൽ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള അക്ഷരജ്ഞാനത്തിന്റെ ഇല്ലാത്ത ആളുകൾക്ക് പോലും തിരിച്ചറിയാൻ ദൈവം എന്ന് പറഞ്ഞാൽ അത്ര ലളിതമായി വിശദീകരിക്കപ്പെട്ട ഒന്നാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇല്ല എങ്കിൽ നമ്മളാരും ദൈവത്തെ അറിഞ്ഞതോ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതോ ദൈവം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള തിസീസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടല്ല, ഒരു വലിയ തിസീസ് ഉണ്ടാക്കി വെച്ചിട്ടല്ല. നമ്മുടെ അജ്ഞതയിൽ നമുക്ക് വെളിപ്പെട്ടു വന്ന നമ്മുടെ ഈ ലളിതമായ വളരെ ഹ്രസ്വമായ അറിവിലേക്ക് ദൈവം എന്ന് പറയുന്ന ഒരു വലിയ സംജ്ഞ, വലിയ നാമം, ഒരു വലിയ ജ്ഞാനം അങ്ങ് ചുരുങ്ങിയിട്ട് അല്ലെങ്കിൽ ഒതുങ്ങിയിട്ട് നമ്മളിലേക്ക് അങ്ങ് സന്നിവേശിച്ച ആ ദൈവം നമ്മളെ ദൈവത്തെ അറിയാനുള്ള ഒരു വലിയ ജ്ഞാനം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു ലളിതമായി മനുഷ്യന്റെ ബുദ്ധിക്കും വെളിവാകുന്ന ഒന്നാണ് ദൈവം എന്ന് പറയുന്നത്, ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം എന്ന് പറയുന്നത് ഏതെങ്കിലും പക്ഷികൾ, നാൽക്കാലി, ഇഴജാതി എന്ന് പറഞ്ഞ ഏതെങ്കിലും രൂപസാദൃശ്യം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഭീകരമായ അവസ്ഥയിൽ നിന്നും ആർജിക്കുന്ന ഒരു അറിവിൽ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഭീതിയുടെ പ്രതിഫലനമല്ല നമ്മുടെ ഭക്തിയും നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ. മറിച്ച് ദൈവം എന്താണെന്ന് ലളിതമായി നമ്മളെ ബോധ്യപ്പെടുത്തി, ക്രിസ്തുവിലൂടെയും പ്രമാണങ്ങളിലൂടെയും ഒക്കെ ബോധ്യപ്പെടുത്തി, അവൻ എന്താണെന്ന് നന്നായി അറിഞ്ഞ് അവന് വേണ്ടി നിൽക്കാനുള്ള ശ്രമമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ഈ വാക്യത്തിന്റെ 1-2 മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു റഫായിട്ട് എന്താണ് നമുക്ക് ഈ ഇത്രയും അധ്യായങ്ങളിൽ നിന്നും 1-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നമുക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള, ഞാൻ ഈ രത്ന ചുരുക്ക പറയുന്നത്, ഇനി ശ്രദ്ധിക്കണം എല്ലാവരും. റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ രത്ന ചുരുക്ക പറയുന്നു. 1-ാം അധ്യായം 1 മുതൽ പ്രധാന ആശയങ്ങൾ, റോമാലേഖനത്തിലെ 1-ാമത്തെ പ്രധാന ആശയങ്ങൾ. ഒന്ന്, സുവിശേഷത്തിന്റെ പരിചയമാണ് പൗലോസ് 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇനി അതിനകത്ത് പൗലോസ് തന്റെ ശുശ്രൂഷയുടെ വിവരണങ്ങൾ, അതുപോലെ തന്നെ തന്റെ ജഡപ്രകാരം ജനിച്ച ജീനിയോളജി പറയുന്നു. സകല ജാതികളെയും സുവിശേഷത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞിങ്ങനെ 1:17 പ്രധാനപ്പെട്ട വാക്യം, നീതിമാൻ വിശ്വാസം ജീവിക്കുന്നൊക്കെ പറഞ്ഞ് 1-ാം അധ്യായം തന്റെ സുവിശേഷത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇനി 2-ാം ഭാഗം 18 മുതൽ 32 വരെയുള്ള 1-ാം അധ്യായം മനുഷ്യന്റെ പാപാവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത്. ഈ വാക്യങ്ങളിൽ ഇതിന്റെ വിശദാംശങ്ങൾ നോട്ടിത്തരാം. അപ്പം ഒന്നാമത് സുവിശേഷത്തെ പരിചയപ്പെടുത്തുകയാണ് 1-ാം അധ്യായത്തിൽ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തത് 1 മുതൽ 18 മുതൽ 32 വരെയുള്ള വാക്യം 1-ാം അധ്യായം, അവിടെ മനുഷ്യന്റെ പാപാവസ്ഥയെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. ഇനി അടുത്തത് ദൈവത്തിന്റെ വെളിപ്പാട് എന്താണ്?
രണ്ട് വെളിപ്പാടുകൾ റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ഒന്ന്, പ്രകൃതിയിലൂടെയുള്ള ദൈവത്തിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയായ ദൈവത്തിന്റെ ശക്തിയും ദൈവത്വവും വെളിപ്പെടുത്തുന്നു. അതാണ് സൃഷ്ടിപ്പിലുള്ള അല്ലെങ്കിൽ പ്രാകൃതിയാലുള്ള ദൈവത്തിന്റെ വെളിപ്പാട്. രണ്ട്, ലോകത്തിന്റെ സുവിശേഷത്തിലൂടി ദൈവത്തിന്റെ വെളിപ്പാട്. ഇതാണ് രണ്ട് വെളിപ്പെടുത്തലുകൾ താൻ നടത്തുന്നത്. ഇനി നാലാമത്തെ കാര്യം 1-ാം അധ്യായത്തിൽ 4 പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര വിഷയങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ നീതി. 2, ദൈവത്തിന്റെ കോപം. 3, മനുഷ്യന്റെ പാപം. 4, സുവിശേഷത്തിന്റെ ശക്തി. പിന്നെ നാലാമത്തത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ചിന്തകൾ 4-ാമത്തെ കാര്യമാണ്. ഒന്ന്, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ കോപം, മനുഷ്യന്റെ പാപം, സുവിശേഷത്തിന്റെ ശക്തി, വിശ്വാസത്താലുള്ള നീതീകരണം, മനുഷ്യന്റെ ഉത്തരവാദിത്വങ്ങൾ, പ്രായോഗിക പാഠങ്ങൾ. ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് പ്രധാനമായി ഈ 4-മതായിട്ട് ദൈവശാസ്ത്ര വിഷയമായിട്ട് 1-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഏതൊക്കെയാണ്? ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട വാക്യങ്ങൾ 1-ാം അധ്യായം 16-ാം വാക്യം, സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. നിങ്ങൾ ഈ 1-ാം അധ്യായം റോമാലേഖനം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട വാക്യങ്ങളൊക്കെ ഒന്ന് മനഃപ്പാഠം വായിക്കാനും പഠിക്കാനും ഒന്ന് ശ്രമിക്കണം കേട്ടോ. സാർ അതൊക്കെ സെൻട്രൽ സ്കൂളിൽ പിള്ളേർക്കല്ലേ എന്ന് നിങ്ങൾ പറയരുത്. ഞങ്ങളൊക്കെ സെൻട്രൽ സ്കൂൾ പഠിപ്പിക്കുന്നവരുമാണ്, അതുകൊണ്ട് സെൻട്രൽ സ്കൂള് വിദ്യാർത്ഥികൾ പഠിച്ചാൽ മതിയില്ലേ എന്ന് ചോദിക്കരുത്. മറിച്ച് ഈ വാക്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കാം. നിങ്ങൾ സെൻട്രൽ സ്കൂളോ അല്ലെങ്കിൽ യൂത്തോ കഴിഞ്ഞ് നന്നായി പ്രബോധനം പറയാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ ഒന്ന് മനഃപ്പാഠം വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. നന്നായിട്ട് നമ്മുടെ വിഷയങ്ങളെ സാധൂകരിക്കാൻ അല്ലെങ്കിൽ അന്ന് ആ തത്വം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി തെളിവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് പ്രധാനപ്പെട്ട ഓർമ്മിക്കേണ്ട വാക്യങ്ങൾ 1-ാം അധ്യായം 16-ാം വാക്യം. 2, 1:17, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വാക്യങ്ങൾ മറന്നു പോകരുത് കേട്ടോ. റോമാലേഖനം പഠിക്കുന്ന ഏതൊരു വ്യക്തിയും മറക്കാൻ പാടില്ലാത്തൊരു വാക്യമാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത്. ഇനി 1-ാം അധ്യായം 20-ാം വാക്യം, സൃഷ്ടിയിലൂടെ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വാക്യം 1:20 നിങ്ങൾ മറന്നു പോകാനേ പാടില്ല. ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു സംഗ്രഹം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മനുഷ്യന്റെ ഭാവാവസ്ഥയിൽ ദൈവത്തിന്റെ നീതിയും ഒരുപോലെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് 1-ാം അധ്യായത്തിന്റെ പ്രത്യേകത. ശ്രദ്ധിക്കണം. ഒരു ഭാഗത്ത് ഒരു തുലാസിന് 2 തട്ടിൽ, ഒന്ന് മനുഷ്യന്റെ ഭാവാവസ്ഥ. എന്നാൽ ഈ പാപത്തിന് പരിഹാരമായി ഈ അവസ്ഥയിൽ നിന്നും വിമോചനം നൽകാൻ കഴിയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ നീതി മറുതട്ടിൽ എന്ത് ചെയ്യാൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോയെങ്കിലും സുവിശേഷം വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷയുടെ വഴി യേശുക്രിസ്തു ആണെന്ന് എന്ത് ചെയ്യാം, ദൈവത്തിലേക്ക് മടങ്ങാനുള്ള വഴിയാണ് സുവിശേഷം, അല്ലെങ്കിൽ രക്ഷയ്ക്കുള്ള മാർഗമാണ് സുവിശേഷം എന്ന് 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ഈ അധ്യായത്തിന് മുഴു ലേഖനത്തിന്റെയും അടിസ്ഥാന സന്ദേശം ഇത്രയും കാര്യങ്ങളുള്ളൂ. വിശ്വസിക്കുന്ന എല്ലാവർക്കും വ്യാപരിക്കുന്ന ദൈവശക്തി, അതാണ് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ്. എങ്ങനെ മനുഷ്യന് രക്ഷ ലഭിക്കുന്നത്? പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലൂടിയാണെന്ന് 1-ാം അധ്യായം നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ പറഞ്ഞത് ഈ 1-ാം അധ്യായത്തിന്റെ ഒരു യജ്ഞ ചുരുക്കമാണ് കേട്ടോ. അപ്പൊ അത് നോട്ടിൽ വിശാലമായിട്ട് തരുന്നതായിരിക്കും. ഈ 1-ാം അധ്യായം നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നോട്ട് പല ആവർത്തി വായിക്കുക. ഈ നോട്ട് തരുന്നത് PDF ആയിട്ടും വേർഡിലും ഒക്കെ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്നെങ്കിൽ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ച് നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് സഹായിച്ചുവല്ലോ. പ്രത്യേക നന്ദി. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് നമ്മുടെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് സങ്കീർത്തന ഭാഷ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ.
സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമായ കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പ കേൾക്കപ്പെട്ട ദൈവ അവിടുത്തെ വചനത്തെ കർത്താവെ കേൾക്കപ്പെട്ട എല്ലാവരും അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് ഞങ്ങൾ കേവലം അമ്മയും ഞങ്ങൾ കേട്ടുകൊണ്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല കർത്താവെ, നല്ല ഫലം കായ്പാത്തൊക്കെ ഇടയായി തീരണേ പ്രാർത്ഥിക്കുന്നു. അതിനായി പ്ലാറ്റ്ഫോം ഒരുക്കി എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രാരംഭം മുതൽ അമ്മ അവസാനം വരെയും കർത്താവിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന എല്ലാവരും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരെല്ലാം അനുഗ്രഹിക്കണം. അതിലുപരി കർത്താവെ ഞങ്ങൾ ഇതൊക്കെ പഠിച്ചു പ്രാപിച്ചിട്ട് കർത്താവെ അനേകർ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുവാൻ ആമേ അതിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കും സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ. ആമേൻ. അമേൻ അമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് നമുക്ക് കാണാം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.